ഹലോ ട്രിനീസ്, ഇന്ന് നമ്മൾ തന്നിരിക്കുന്ന ഇമേജസിൽ നിന്നും ആനുവൽ റിംഗ്, നോട്ട്സ്, ഷേക്സ് ആൻഡ് ചെക്സ് എന്നിവയെ തിരിച്ചറിയാം. ഈ വീഡിയോയുടെ ലക്ഷ്യങ്ങൾ: ആനുവൽ റിംഗിൻ്റെ പേര് തിരിച്ചറിയുക, നോട്ട്സ് അതായത് തടിയിലെ കെറ്റിൻ്റെ പേര് തിരിച്ചറിയുക, ഷേക്സിൻ്റെ പേര് തിരിച്ചറിയുക, ചെക്സിൻ്റെ പേര് തിരിച്ചറിയുക. ലെറ്റ്സ് സ്റ്റാർട്ട്. തടി വെട്ടിയെടുക്കുന്ന പ്രക്രിയയിൽ ഒരു ശാഖ മുറിഞ്ഞു പോയതോ മറ്റെന്തെങ്കിലും കേടുകൾ സംഭവിച്ചതോ ആയിരിക്കും കെട്ടുകൾക്ക് കാരണം. അവ നിർജീവമായിരിക്കും, പക്ഷേ അവ നാരുകളുടെ തുടർച്ചയെ തകർക്കുന്നു. അടുത്തതായി നമ്മൾ അയഞ്ഞതോ നിർജീവമായതോ ആയ കെട്ടുകൾ നോക്കാം. അയഞ്ഞ അല്ലെങ്കിൽ നിർജീവമായ കെട്ട് മരം മുറിക്കുന്നതിന് മുൻപ് മുറിച്ചതോ ഒടിഞ്ഞതോ ആയ ശാഖകളാൽ അവശേഷിക്കുന്നു. ഇത് മുറിക്കുമ്പോൾ ഒരു നിർജീവ കെട്ട് അവശേഷിപ്പിക്കും. കഷ്ണത്തിന്റെ ഉപരിതലത്തിൽ ഇത് അയഞ്ഞ നിലയിലാണ്. കഷ്ണത്തിൽ സ്ഥാനത്ത് തുടരാൻ അത് ആശ്രയിക്കാനാവില്ല. സജീവം അല്ലെങ്കിൽ സൗണ്ട് കെട്ട് മരം മുറിക്കുമ്പോൾ അത് ഒരു ശാഖയിൽ അവശേഷിക്കുന്നു. അതതിൻ്റെ മുഖത്തിലുടനീളം കട്ടിയുള്ളതും ചുറ്റുമുള്ള തടി പോലെ കഠിനവുമാണ്. മാത്രമല്ല അത് ദ്രവിച്ചിട്ടില്ല. കെട്ടുകൾ അന്തിമരൂപത്തിൽ സൗന്ദര്യവും പ്രഭാവവും ചേർക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. കുലുക്കങ്ങൾ മരം മുറിക്കുന്ന സമയത്ത് തണ്ടിലുണ്ടായിരുന്ന വളർച്ചാ സമ്മർദ്ദത്തിന്റെ ആശ്വാസം മൂലമാണ് തടിയുടെ തൊട്ടടുത്ത പാളികൾ തമ്മിലുള്ള ഭാഗികമായോ പൂർണ്ണമായോ വേർപിരിയുന്നത്. ഹൃദയകുലുക്കം ഇവ മധ്യഭാഗത്തുള്ള വിള്ളലുകളോ പിളർപ്പുകളോ ആണ്. കുഴിയിൽ നിന്ന് ആരംഭിച്ച് മെഡല്ലറി കിരണങ്ങളുടെ ദിശയിൽ ഒന്നോ എതിർദിശയിലോ സ്രവം തടിയിലേക്ക് നീട്ടുന്നു. പ്രായപൂർത്തിയായ മരങ്ങളിൽ ഇത്തരം വൈകല്യങ്ങൾ കാണപ്പെടുന്നു, പക്ഷേ ചിലപ്പോൾ അവ മരത്തിന്റെ മധ്യഭാഗം പെട്ടെന്ന് ഉണങ്ങുന്നത് മൂലമാകാം. ഹൃദയത്തിന്റെ തടി ചുരുങ്ങുന്നത് മൂലമാണ് ഈ തകരാർ ഉണ്ടാകുന്നത്. സ്റ്റാർ ഷേക്ക് പുറം തൊലി മുതൽ സ്രവം തടി വരെ നീളുന്ന വിള്ളലോ പിളർന്നതോ ആണ് ഇവ. വൃക്ഷത്തിന്റെ വളർച്ചയ്ക്കിടെ ചൂട് അല്ലെങ്കിൽ മഞ്ഞ് സേവിക്കുമ്പോൾ ഈ തകരാർ സംഭവിക്കുന്നു. ഈ വിള്ളലുകളുടെയോ കുലുക്കത്തിന്റെയോ വീതി പുറമറ്റത്ത് കൂടുതലാണ്. അവ മധ്യഭാഗത്തേക്ക് നീളുമ്പോൾ കുറയുന്നു. അത് നമുക്ക് ഇവിടെ കാണാം. കപ്പ് ഷേക്ക് അല്ലെങ്കിൽ റിംഗ് ഷേക്ക് ഒരു രേഖയുടെ ക്രോസ് സെക്ഷനിലുടനീളം ഒരു വൃത്താകൃതിയിലുള്ള ദിശയിൽ ടിഷ്യൂവിന്റെ റാപ്ചർ വഴിയാണ് ഇവ രൂപം കൊള്ളുന്നത്. ഇത് സാധാരണയായി വാർഷിക വളയങ്ങളിൽ രൂപം കൊള്ളുന്നു. റേഡിയൽ ഷേക്ക് ഇവ സ്റ്റാർ ഷേക്കിന് സമാനമാണ്, പക്ഷേ മുറിച്ച തടികൾ താളിക്കാൻ വയ്ക്കുമ്പോൾ സൂര്യപ്രകാശം ഏൽക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. പല വിള്ളലുകളും അല്ലെങ്കിൽ പിളർപ്പുകളും പുറം തൊലിയിൽ നിന്ന് മധ്യഭാഗത്തേക്ക് കുറച്ചു ദൂരം ഓടുന്നു. തുടർന്ന് വാർഷിക വളയത്തിന്റെ ഗതി പിന്തുടരുകയും അവസാനം മധ്യഭാഗത്തേക്ക് റേഡിയലായി പോകുകയും ചെയ്യുന്നു. വിള്ളൽ ഒരു ഭാഗം മാത്രം വൃത്താകൃതിയിലാകുമ്പോൾ അതിനെ കപ്പ് ഷേക്ക് എന്ന് വിളിക്കുന്നു. മുഴുവൻ വഴിയും ചുറ്റിക്കറങ്ങുമ്പോൾ അത് റിംഗ് ഷേക്ക് എന്ന് വിളിക്കപ്പെടുന്നു. ഈ തകരാർ സംഭവിക്കുന്നത് അസമമായ വളർച്ച മൂലമോ അല്ലെങ്കിൽ കാറ്റുമൂലമുള്ള വളച്ചൊടിക്കൽ പ്രവർത്തനത്തിന്റെ സഹായത്തോടെയുള്ള അന്തരീക്ഷ വ്യതിയാനങ്ങൾക്ക് കീഴിൽ തടിയുടെ പെട്ടെന്നുള്ള സങ്കോചം മൂലമോ ആണ്. നമുക്ക് ഹാർട്ട് ഷേക്ക്, സ്റ്റാർ ഷേക്ക്, കപ്പ് ഷേക്ക് അല്ലെങ്കിൽ റിംഗ് ഷേക്ക്, റേഡിയൽ ഷേക്ക് എന്നിവ ഒരുമിച്ച് നോക്കാം. ചെക്ക് ഗ്രെയിൻസിനൊപ്പം ഏതാനും സെന്റിമീറ്റർ വരെ നീളുന്ന മരം വേർതിരിക്കുന്നതും ഉണങ്ങുമ്പോൾ രൂപപ്പെടുന്നതുമാണ് ചെക്ക്. എൻഡ് ചെക്ക് തടിയുടെ അറ്റത്ത് സംഭവിക്കുന്നത്. ഇന്റേണൽ ചെക്ക് കഷ്ണത്തിന്റെ ഉൾഭാഗത്ത് സംഭവിക്കുന്നത്. സർഫേസ് ചെക്ക് കഷ്ണത്തിന്റെ ഉപരിതലത്തിൽ സംഭവിക്കുന്നത്. ത്രൂ ചെക്ക് അതിൽ ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കഷ്ണത്തിലൂടെ വ്യാപിക്കുന്നു. എല്ലാ പരിശോധനകളുടെയും ഒരു നോട്ടം ഇതാ: എൻഡ് ചെക്ക്, ഇന്റേണൽ ചെക്ക്, സർഫേസ് ചെക്ക്, ത്രൂ ചെക്ക്. ദ്രവിക്കുക ഒന്നിടവിട്ട വരണ്ടതും നനഞ്ഞതുമായ അവസ്ഥകളുള്ള സ്ഥലത്ത് തടി സൂക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുണ്ട വായുസഞ്ചാരമില്ലാത്ത സ്ഥാനത്ത് ഉപയോഗിക്കുമ്പോൾ. ഈ ഒന്നിടവിട്ട അവസ്ഥകൾ തടിയെ ഉണങ്ങിയ അഴുകൽ, നനഞ്ഞ അഴുകൽ തുടങ്ങിയ രോഗങ്ങൾക്ക് ഇരയാക്കുന്നു. ഉണങ്ങിയ അഴുകൽ തെറ്റായ വായുസഞ്ചാരം ഉള്ളപ്പോൾ ഉണങ്ങിയ അഴുകൽ സംഭവിക്കുന്നു. അനുചിതമായ വായുസഞ്ചാരം കാരണം
തടിയിലെ നാരുകൾ തിന്നു തീർക്കുന്ന ഫംഗസ് വളരുകയും അവയുടെ ശക്തി കുറയ്ക്കുകയും ചെയ്യുന്നു. ഉണങ്ങിയ അഴുകൽ പ്രക്രിയ ഫംഗസിന്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു, പക്ഷേ രോഗത്തിന്റെ ഉത്ഭവം തടിയിലെ സ്രവം വിഘടിക്കുന്നതാണ്. ഈ വിഘടനം വഴിയാണ് കുമിളകളുടെ വളർച്ചയ്ക്കുള്ള ഭക്ഷണം ലഭിക്കുന്നത്. ഈ പകർച്ചവ്യാധി മൂലം തടിയുടെ വൻ നാശം സംഭവിക്കുന്നു. ഈ രോഗം പ്രിസർവേറ്റീവുകൾ ഉപയോഗിച്ച് ചികിത്സിച്ച തടി, തടി അല്ലെങ്കിൽ സീസൺ ചെയ്യാത്ത തടി എന്നിവയിൽ വികസിച്ചേക്കാം. ചൂടുള്ള നിലവറകൾ, ചുവരുകളിൽ നിർമ്മിച്ച തടികളുടെ അറ്റങ്ങൾ എന്നിവയിൽ ഈ രോഗങ്ങൾ സാധാരണമാണ്. ഒരു തടിത്തൂണിന്റെയോ തടിയുടെയോ ഒരറ്റത്ത് തട്ടി മറുവശത്ത് ശബ്ദം കേട്ട് ഈ രോഗം കണ്ടെത്താം. ടാപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം കേൾക്കുകയാണെങ്കിൽ അത് നല്ല തടിയെ സൂചിപ്പിക്കുന്നു. അത് മങ്ങിയ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അത് ദ്രവിച്ചതോ രോഗമുള്ളതോ ആയ തടിയുടെ ലക്ഷണമാണ്. ഈ രോഗം തടയുന്നതിനോ ഉന്മൂലനം ചെയ്യുന്നതിനോ ഇനി പറയുന്ന രീതി അവലംബിക്കാം. സ്വതന്ത്ര വായുസഞ്ചാരം അനുവദിച്ചുകൊണ്ട് ഉണങ്ങിയ അഴുകൽ ബാധിച്ച തടിയുടെ ഭാഗങ്ങൾ മുറിച്ചുമാറ്റി ശേഷിക്കുന്ന ഭാഗം കോപ്പർ സൾഫേറ്റ് കൊണ്ട് വരയ്ക്കണം. രോഗബാധിതമായ ഭാഗം സൂര്യപ്രകാശത്തിൽ തുറന്നുകാട്ടുകയും ഫംഗസ് വൃത്തിയാക്കുകയും ചെയ്യുക. നനഞ്ഞ അഴുകൽ, ഈർപ്പവും ഈർപ്പം മൂലമുണ്ടാകുന്ന തടിയുടെ വിഘടനത്തിന്റെ ഫലമാണ് ഈ രോഗം. ഈ രോഗം ഒന്നിടവിട്ട വരണ്ടതും നനഞ്ഞതുമായ അവസ്ഥകൾ കൂടുതൽ ത്വരിതപ്പെടുത്തുന്നു. നനവുള്ള തടിയുടെ ഭാഗം നരച്ച് തവിട്ട് പൊടിയായി കുറയുന്നു. ഈ രോഗത്തിൽ തടി നനഞ്ഞിരിക്കുമ്പോൾ അഴുകുകയും പിന്നീട് ഉണങ്ങുമ്പോൾ ചെതുമ്പൽ വീഴുകയും ചെയ്യും. തടി സജീവമായാലും നിർജീവമായാലും ഈ രോഗമുണ്ടാകും. മൂടിയിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതോ സൂക്ഷിക്കുന്നതോ ആയ എല്ലാത്തരം തടികളും മഴയിൽ നനഞ്ഞ അഴുകലിന് വിധേയമാകാൻ സാധ്യതയുണ്ട്. ആദ്യം താളിക്കുക വഴി തടിയിൽ നിന്ന് സ്രവം നീക്കം ചെയ്ത് പ്രിസർവേറ്റീവുകൾ ഉപയോഗിച്ച് ചികിത്സിച്ചാൽ നനഞ്ഞ അഴുകൽ തടയാം. രോഗങ്ങൾ. തടി നശിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു എഞ്ചിനീയറിംഗ് മെറ്റീരിയലിന് അതിന്റെ മൂല്യം കുറയുന്നു. തടി അമിതമായ വൈകല്യങ്ങൾ, രോഗങ്ങൾ അല്ലെങ്കിൽ പ്രാണികളുടെ ആക്രമണത്തിന് വിധേയമാകുമ്പോൾ അത് ശക്തിയിൽ വഷളാകുന്നു. ഈ പ്രാണികൾ അവയുടെ രൂപത്തെ നശിപ്പിക്കുകയും അവയുടെ ശക്തി കുറയ്ക്കുകയും ചെയ്യുന്നു. താഴെ പറയുന്ന പ്രാണികൾ സാധാരണയായി തടിയെ ആക്രമിക്കുന്നു. പിൻഹോൾ ബോറേഴ്സ്. നിൽക്കുന്ന മരത്തെയോ അടുത്തിടെ വെട്ടിയ മരത്തെയോ ആണ് അവർ ആക്രമിക്കുന്നത്. പൗഡർ പോസ്റ്റ് വണ്ടുകൾ. താളിക്കുക വിൽപ്പനയ്ക്കായി അടുക്കി വച്ചിരിക്കുമ്പോഴോ വർഷങ്ങളായി ഉപയോഗത്തിനായി കാത്തിരിക്കുമ്പോഴാണ് അവർ തടിയെ ആക്രമിക്കുന്നത്. ചിതൽ അല്ലെങ്കിൽ വെളുത്ത ഉറുമ്പുകൾ. കെട്ടിടങ്ങൾ, പാലങ്ങൾ, തൂണുകൾ, സ്ലീപ്പറുകൾ, വേലി പോസ്റ്റുകൾ മുതലായവയിൽ ഘടനാപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തടികളെ അവർ ആക്രമിക്കുന്നു. താഴെ പറയുന്നവ ജീർണിക്കുന്നതിനുള്ള വിവിധ കാരണങ്ങളാണ്: വരണ്ടതും ഈർപ്പമുള്ളതുമായ അവസ്ഥകൾ, തടിയുടെ തെറ്റായ സ്റ്റോക്കിംഗ് സംഭരണം, അനുചിതമായ താളിക്കുക അല്ലെങ്കിൽ സീസൺ ചെയ്യാത്തതായ തടി. തടിയെ മഴ എളുപ്പത്തിൽ ബാധിക്കുമെന്ന് ഈ വീഡിയോയിൽ കാണാം. പ്രിസർവേറ്റീവുകൾ ഉപയോഗിച്ച് ചികിത്സിച്ച സീസൺ ചെയ്യാത്ത തടികളുടെ ഉപയോഗം, പ്രിസർവേറ്റീവുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാതെ സീസൺ ചെയ്ത തടിയുടെ ഉപയോഗം, വിവിധതരം പ്രാണികൾ, വളർച്ചാ പ്രവർത്തന സമയത്ത് വൈകല്യങ്ങളുടെ വികസനം, അനുചിതമായ ഉപയോഗം മുതലായവ, തടിയുടെ ഘടനാപരമായ അംഗത്തിന്റെ തെറ്റായ സ്ഥാനം, തടിരോഗത്തിന്റെ വികസനം, പ്രകൃതിദത്ത ഏജൻസികളുടെ പ്രഭാവം. ഈ വീഡിയോയിൽ നമ്മൾ തടിയിലെ കെട്ടുകൾ, അതായത് ലൈവ് നോട്ട്, ഡെഡ് നോട്ട് എന്നിവയെക്കുറിച്ചാണ് പഠിച്ചത്. പിന്നീട് 4 തരത്തിലുള്ള ഷേക്കുകൾ, അതായത് ഹാർട്ട് ഷേക്ക്, സ്റ്റാർ ഷേക്ക്, കപ്പ് ഷേക്ക്, റേഡിയൽ ഷേക്ക്, തുടർന്ന് തടി ദ്രവിക്കാനും നശിക്കാനുമുള്ള കാരണങ്ങളും പരിശോധിച്ചു. ശേഷം ഉണങ്ങിയതും ചീഞ്ഞതുമായ രോഗങ്ങളുടെ കാരണവും കണ്ടു. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.